യൂനുസ് നബി അലൈഹിസലാം. മുഴുവൻ പ്രതീക്ഷകളും തീർന്നു പോവുകയും പ്രത്യാശയുടെ എല്ലാ വാതായനങ്ങളും അടയുകയും ആശയുടെ കിരണങ്ങൾ കെട്ടുപോവുകയും ചെയ്യുക. മോഹഭംഗത്തിൻ്റെയും നിരാശയുടെയും കൊടും തമസിൽ ആമഗ്നനാവുക. ഇങ്ങനെ ദുരിതങ്ങളുടെ വന്യതയിലേക്കെറിയപ്പെടുന്ന ദൈവദാസന്മാർക്ക് ലഭ്യമാവുന്ന കരുണയുടെയും സ്നേഹലാളനകളുടെയും സഹായത്തിൻ്റെയും സംഭവ്യത സ്ഥാപിക്കുന്നതിൽ അയ്യൂബ് നബിയുടെ കഥയ്ക്ക് ഉപോത്ബലകമാകട്ടെ എന്നു കരുതിയാണ് ഏറെ സമാനതകളുള്ള യൂനുസ് നബിയുടെ കഥ തൊട്ടടുത്തായി വിവരിക്കുന്നത്. ദൈവദാസന്മാർ നിസ്സഹായതയുടെ പാരമ്യതയിൽ കുരുങ്ങിപ്പോകുന്ന സന്ദർഭങ്ങളിൽ രക്ഷിതാവിൻ്റെ സഹായഹസ്തങ്ങൾ പ്രത്യക്ഷമാവുന്നു. ശക്തവും അപ്രതിരോധ്യവുമായ അള്ളാഹുവിൻ്റെ കരങ്ങൾ, കനിവും കാവലും നൽകുന്ന അള്ളാഹുവിൻ്റെ കൈകൾ. സിംഹത്തിൻ്റെ വായിലകപ്പെട്ട നിരാലംബനായ മനുഷ്യൻ പോലും അതോടെ സുരക്ഷിതത്വം നേടി പുറത്തേക്ക് വരുന്നു. കിടപ്പറയിലെ ശയ്യയിൽ നിന്ന് എഴുന്നേറ്റു വരുന്ന ലാഘവത്തോടെ ദൈവഹിതത്താൽ മരണവക്ത്രത്തിൽ നിന്ന് സുരക്ഷിതനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈ തത്വമാണ് യൂനുസ് നബിയുടെ ജീവിതാനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സമൂഹത്തിൽ നിനവ എന്ന പ്രദേശത്തേക്ക് നിയോഗിതനായ ദൂതനാണ് യൂനുസ് നബി അലൈഹിസലാം. അദ്ദേഹം തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. സത്യസരണിയിലേക്കുള്ള വിളി ആ ജനത തിരസ്കരിക്കുകയാണുണ്ടായത്. അവർ സത്യനിഷേധത്തിൽ തന്നെ ഉറച്ചുനിന്നു. കോപാകുലനായി യൂനുസ് നബി അലൈഹിസലാം ആ ജനതയെ ഉപേക്ഷിച്ചു. മറ്റേതോ ദിക്കിലേക്ക് പുറപ്പെട്ടു. 3 നാൾക്കകം ശിക്ഷയ്ക്കു വിധേയരാകുമെന്ന് അവരെ താക്കീത് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം യാത്രയായത്. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യൂനുസ് നബിയുടെ താക്കീത് സത്യമായി പുലർന്നു. പ്രവാചകന്മാർ കളവ് പറയില്ലെന്ന് ആ ജനതയ്ക്ക് ബോധ്യപ്പെട്ടു. അവർ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. തങ്ങൾക്കൊപ്പം സന്താനങ്ങളെയും കാലികളെയും കൊണ്ടുപോയി. കുഞ്ഞുങ്ങളെ അമ്മമാരിൽ നിന്ന് അവർ വേർപ്പെടുത്തി. ഒട്ടകങ്ങളും കുട്ടികളും അലമുറയിട്ടു. പശുക്കളും കിടാങ്ങളും ആർത്തട്ടഹസിച്ചു. ആടുകളും കുഞ്ഞുങ്ങളും വിതുമ്പിക്കരഞ്ഞു. ആ ജനത അള്ളാഹുവിനു കീഴൊതുങ്ങി. അവർ അള്ളാഹുവിൽ ശരണം പ്രാപിച്ചു. അള്ളാഹു അവരെ ശിക്ഷയിൽ നിന്നൊഴിവാക്കി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഖുർആൻ വചനങ്ങൾ ഇതാ: വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസം പ്രയോജനകരമാവുകയും ചെയ്ത ഒരു സമുദായം യൂനുസിൻ്റേതല്ലാതെ മറ്റൊന്നുണ്ടോ? അവർ വിശ്വാസം ആശ്ലേഷിച്ചു. അപ്പോൾ ഐഹിക ജീവിതത്തിലെ അപമാനകരമായ ശിക്ഷ അവരിൽ നിന്നും നാം തട്ടിനീക്കി. ഒരു നിർണിത കാലം വരേക്കും അവർക്ക് നാം ജീവിത സൗകര്യങ്ങൾ നൽകുകയും ചെയ്തു. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ തൻ്റെ ജനതയോട് പിണങ്ങിപ്പിരിഞ്ഞ യൂനുസ് നബി അലൈഹിസലാം ഒരു കപ്പലിലെ സഞ്ചാരികളോടൊപ്പം യാത്രയായി. യാത്രക്കാരുടെ ആധിക്യം മൂലം കപ്പൽ മുങ്ങിപ്പോവുമെന്ന് ഭയന്ന് ഭാരം കുറക്കാനായി ഒരാളെ കപ്പലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അവർ തീരുമാനിച്ചു. ഒഴിവാക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടെത്താനായി നറുക്കിട്ടു. നറുക്കു വീണത് യൂനുസ് നബിക്കായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കപ്പലിൽ നിന്ന് എടുത്തെറിയാൻ അവർക്ക് മനസ്സ് വന്നില്ല. 2ാം തവണ നറുക്കു വീണതും അദ്ദേഹത്തിനു തന്നെ. ഇത്തവണയും അവർ അതിന് തയ്യാറായില്ല. 3ാം തവണയും തനിക്ക് നറുക്കു വീണപ്പോൾ കടലിലേക്ക് ചാടാൻ അദ്ദേഹം സ്വയം തയ്യാറായി. സമുദ്രത്തിലേക്ക് ചാടുന്ന യൂനുസ് നബി അലൈഹിസലാമിനെ വിഴുങ്ങാൻ അള്ളാഹുവിൻ്റെ നിയോഗപ്രകാരം കടലിനെ പിളർക്കുമാറ് വേഗതയിൽ ഒരു മത്സ്യം സംഭവസ്ഥലത്തെത്തി. മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. യൂനുസ് നബി അലൈഹിസലാമിനെ തനിക്കുള്ള ആഹാരമാക്കരുതെന്നും അദ്ദേഹത്തിൻ്റെ എല്ലുകൾക്ക് പരിക്കേൽപ്പിക്കരുതെന്നും അള്ളാഹു ആ മത്സ്യത്തിന് ബോധനം നൽകി. യൂനുസ് നബിയുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നു. യൂനുസ് നബി അലൈഹിസലാം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ദുഃഖിതനായി കഴിയുകയാണ്. ഒന്നിനുമീതെ ഒന്നായി ഇരുട്ടുകൾ അദ്ദേഹത്തെ മൂടിയിരിക്കുന്നു. രാത്രിയുടെ ഇരുട്ട്, ആഴക്കടലിലെ ഇരുട്ട്, മത്സ്യത്തിൻ്റെ ഉദരത്തിലെ ഇരുട്ട്. ഇരുട്ടുകൾക്കുമേൽ ഇരുട്ട് പൊതിഞ്ഞിരിക്കുന്നു. എത്ര കനത്ത ഇരുട്ട്! വിമോചനം എത്ര വിദൂരം! അള്ളാഹുവിൻ്റെ അവധി എത്തും വരെ യൂനുസ് നബി അലൈഹിസലാം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിച്ചുകൂട്ടി. പിന്നീട് ഒരു പ്രാർത്ഥന ചൊല്ലാൻ അള്ളാഹു യൂനുസ് നബിക്ക് ബോധനം നൽകി. ആ പ്രാർത്ഥനയുടെ പ്രതിഫലനമെന്ന നിലയ്ക്ക് ഇരുട്ടുകൾ പോയി മറയും, വെളിച്ചം വരും, ക്ലേശങ്ങളൊക്കെയും ദൂരീകരിക്കപ്പെടും. യൂനുസ് നബി അലൈഹിസലാമിൻ്റെ അത്യപൂർവമായ ഈ ജീവിതാനുഭവം ഖുർആൻ വിവരിക്കുന്നത് ശ്രവിക്കുക. ദുഃഖിതർക്കൊക്കെയും സാന്ത്വനമാണ് ഈ കഥ. പീഡിതർക്കൊക്കെയും ആശ്വാസമാണ് ഈ കഥ. കഥയാണിത്. അള്ളാഹുവിൻ്റേതല്ലാത്ത മറ്റൊരു ആശ്രയവും പ്രതീക്ഷിക്കാത്ത സർവർക്കും ആശ്രയമാണ് ഈ കഥ. യൂനുസിനെയും നാം അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ജനങ്ങളുമായി പിണങ്ങിപ്പിരിഞ്ഞുപോയ സന്ദർഭം ഓർക്കുക.
നാം ഒരിക്കലും ഞെരുക്കമുണ്ടാക്കില്ലെന്ന് അദ്ദേഹം ധരിച്ചു. ഇരുട്ടുകൾക്കുള്ളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അല്ലാഹുവേ, നീയല്ലാതെ ഒരാരാധ്യനുമില്ല. നീ എത്ര പരിശുദ്ധൻ! നിശ്ചയം ഞാൻ തെറ്റു ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നാം സ്വീകരിച്ചു. ദുഃഖത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇപ്രകാരമാണ് നാം സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുക.